വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ശിവ, ഇത് എക്സ്ചേഞ്ച് സിറ്റിയുടെ അടിപൊളിയായിട്ടുള്ള റൈഡാണ്. രസം നോക്ക്. നീ ഒരു സ്ഥലത്തിരുന്ന സീറ്റ് ബെൽറ്റ് മുറുക്കേട്. വെറുതെ എന്തിനാ ഇങ്ങനെ ചാടുന്നേ? മുടി മൊത്തം മോശാക്കി. അല്ല, ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്താൻ നോക്ക്. ഇനിയായിരിക്കും നല്ല രസം ഫ്രണ്ട്സ്. ഹലോ കിങ്കോഗോ. ഹലോ, ആരാണിവിടെ? ഒന്നും കാണുന്നില്ലല്ലോ. ഇനി അടുത്തത് നീ ചാടി യുടി. ഇല്ല ഇല്ല, ഞാൻ ചാടില്ല. വരൂ യുടി, ഇങ്ങനെ പേടിക്കല്ലേ. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ചാട്. ഇല്ല ഇല്ല ഇല്ല, ഇവിടെ ശരിയല്ല ചാടുന്നത്. കുറച്ചേരം ഞാൻ നോക്കട്ടെ. ആദി നിർത്തൂ, റെഡ് സിഗ്നൽ അല്ലേ കാണിക്കുന്നേ? ആദി, ഇങ്ങനെ ട്രാഫിക് റൂൾ തെറ്റിക്കുന്നത് ശരിയല്ല കേട്ടോ. ഒന്നും സംഭവിക്കില്ലെന്നേ. അല്ല, ഈ ഊടി എങ്ങോട്ടാ പോയത്? ഇനി ഞാൻ സ്വപ്നത്തിൽ പോലും ബെഡിൽ നിന്ന് ഒരിക്കലും ചാടില്ല. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ യുടി? ഇങ്ങനെ ആകാതെ തന്നിരിക്കുന്നതൊക്കെ മതിയാക്ക്. വേഗം എനിക്ക് വീട്ടിൽ പോകണം. ഇത് എന്തൊരു വലിയ ബേർഡാണ്. ഇത് പെട്ടെന്ന് എവിടുന്നാ വന്നത്? ഗായ്സ്, ഇത് വളരെ വേഗത്തിൽ നമ്മുടെ അടുത്തേക്കാണ് വരണത്. വേഗം മാറ്റി ഓടിക്ക്. എന്നെ വീണ്ടും താഴേക്കിടല്ലേ. യുടി, ഞാനിതാ എത്തി. എന്നെ രക്ഷിക്കണേ. അല്ല, ഈ പക്ഷി നമ്മളെ പിന്തുടരുകയാണല്ലോ. വേഗം കയറ് മേലോട്ട് വലിക്ക്. ആദി എന്നെ മുറുകെ പിടിച്ചോ. എനിക്കിനി വീണ്ടും താഴേക്ക് വീഴണ്ട. എനിക്ക് മനസ്സിലാവുന്നേയില്ല എന്തുകൊണ്ടാണ് ഈ ബേർഡ് നമ്മളുടെ പുറകെ വരുന്നതെന്ന്. മുറുകെ പിടിച്ചോ കൂട്ടുകാരെ, ഇനി എല്ലാം എക്സ്ട്രീമായിട്ട് മാറാൻ പോവുകയാണ്. ശിവ, വേഗത കൂട്ട്. വേഗാവട്ടെ. ചിപ്പി, സീക്രട്ട് പ്ലാൻ 35 ആക്ടിവേറ്റ് ആവാൻ വേഗം റെഡി ആയിക്കോളൂ. പക്ഷെ എന്താ കാര്യം? ഒരു ജയന്റ് ബേർഡ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. വേഗം എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യ്. ചിപ്പി, ഫയർ ചെയ്യ്. അവസാനം ആ ബേർഡിനെ നമ്മൾ പറത്തി കളഞ്ഞല്ലേ. ശിവ, എന്തുകൊണ്ടാണ് ആ പക്ഷി നമ്മളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വന്നത്? ശരി ശരി, അതൊക്കെ വിട്ടേക്ക്. വാ, നമുക്ക് വേഗം താഴേക്ക് പോകാം. എനിക്ക് വീട്ടിലേക്ക് പോകണം.
ബേർഡിന്റെ ശ്രദ്ധ തിരിപ്പിക്കാം ഫ്രണ്ട്സ്. നട്ടും ബോൾട്ടും എന്റെ കയ്യിലുണ്ടല്ലോ. ശിവ, നീ എന്തിനാ എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പേടിപ്പിക്കുന്നത്? എന്റെ സ്ക്രൂ എല്ലാം ലൂസ് ആയത് കണ്ടോ? എന്നോട് ക്ഷമിക്കണം കിങ് ഗോഗു. എന്താന്നറിയില്ല, ഇന്ന് നിങ്ങളെ വീണ്ടും വീണ്ടും കാണാൻ ഒരു ആഗ്രഹം. കിങ് ഗോഗു, മുകളിലേക്ക് പോണം. എന്റെ ഫ്രണ്ട്സ് മുഴുവനും ആപത്തിലാണ് ഉള്ളത്. ഞാനുള്ളിടത്തോളം കാലം എന്റെ കൂട്ടുകാർക്ക് ഒരു ആപത്തും സംഭവിക്കില്ല. ഇത്രയും വലിയ ഒരു പക്ഷിയാണോ ചെറിയൊരു ആപത്തെന്ന് പറഞ്ഞത്? ഗോഗു, റെഡി ആയിട്ടിരുന്നോളൂ. ഓ നോ, എന്റെ ബൂട്ട്സ് വർക്ക് ചെയ്യുന്നില്ലല്ലോ. എന്ത് ചെയ്യാൻ ശിവ? ശിവ, ഇത് ഭയങ്കര സങ്കടത്തിലാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിന്റെ വിഷയം എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ദേ ഒരു ബേബി ബേർഡ്. എവിടെ? നീ പേടിക്കണ്ട, ശിവ വലിയൊരു ബേർഡിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഉഫ്, ഇതാ ബേർഡിന്റെ കുട്ടിയാണ്. അതുകൊണ്ട് ആ ബേർഡ് നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നത്. ഓ എന്റെ ചക്കരക്കുട്ടി ബേർഡ്, ഇപ്പൊ നിനക്ക് മമ്മിയുടെ അടുത്തേക്ക് പോകാനേ പറ്റില്ല. വരൂ, നമുക്ക് താഴേക്ക് പോവാം. ഞങ്ങളോട് ക്ഷമിക്കണം, അറിയാതെ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ശിവ, ആദ്യം എന്റെ സ്ക്രൂ ഒക്കെ ലൂസാക്കി. അത് കഴിഞ്ഞ് നീ എന്നെ കൊണ്ട് ജോലി പഠിപ്പിച്ചു. ഇന്ന് നീ എന്നെ ഒരുപാട് ശല്യം ചെയ്തു കേട്ടോ. Watch India's largest kids library only on Jio Hotstar. Download the app now.